കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ അനുഗ്രഹീതമായ നല്ല ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ദൈവസഭയിൽ കർത്താവിൻ്റെ വിധപ്പെട്ട അഭിഷക്തന്മാരോട്, വാത്സല്യ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ക്രിസ്തുവിൽ ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരൻ ഏലിയാസ്, പ്രിയ സഹോദരി നിഷ, കുടുംബം, പ്രിയപ്പെട്ടവരോട് ചേർന്നായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. 2018 ഇതിനു മുമ്പ് ഈ രാജ്യത്ത് കടന്നു വരുവാനും ആ തരുണത്തിലും ഈ സഭയിൽ കടന്നു വരുവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് അവസരങ്ങളെ നൽകി. വീണ്ടും 7 വർഷങ്ങൾക്ക് ശേഷം ഈ വർഷവും ഈ രാജ്യത്ത് കുടുംബമായിട്ട് കടന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. ആമേൻ. ഏകദേശം 2 മാസമായി ടൊറന്റോയുടെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഈ ടൊറന്റോയിലെ പകൽക്കാലം ഈ ആഴ്ചയ്ക്ക് അവസാനമായിട്ട് ഞങ്ങൾ ആൽബർട്ടയിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ 2 മക്കളിൽ മൂത്ത മകനായിരിക്കുന്ന ഗോഡ്വിൻ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന നിമിത്തമാണ് ഈ രാജ്യത്ത് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കിയത്. അവനിപ്പോൾ ടൊറന്റോയിൽ നിന്ന് മൂവ് ചെയ്ത് BCയിൽ അവൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ കുടുംബമായിട്ടായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ തലമുറയോടുള്ള ബന്ധത്തിൽ ഈ രാജ്യത്ത് കടന്നു വരുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കിയതിനായിട്ട് സ്തോത്രം കരയേറ്റുന്നു. പ്രിയ ഏലിയാസും പ്രിയ നിഷയുമാണ് ഇന്ന് ഈ ആലയത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കുള്ള അവസരവും മുഖാന്തരം ഒരുക്കിയത്. അവരുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമെന്ന് ചോദിച്ചാൽ പൗലോസ് കൊരിന്ത്യ സഭയിൽ പറയുന്ന പോലെ ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ ക്രിസ്തുവിൽ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന് കൊരിന്ത്യ സഭയോട് പറയുന്നത് പോലെ 2000 മുതൽ 2003 വരെ എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്ത് ഞങ്ങളുടെ സഭാ ശുശ്രൂഷയുടെ ആരംഭം എന്ന നിലയിൽ ഒരു പുതിയ പയനീർ വരയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 2001 വാത്സല്യ കുടുംബത്തെ കൂത്താട്ടുകുളത്ത് പരിചയപ്പെടുവാനായിട്ട് കർത്താവ് അവസരം നൽകി. അവരുടെ ഭവനത്തോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ പാർത്തുകൊണ്ട് ആ ദേശത്തെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാൻ കർത്താവ് അവസരം നൽകി. അങ്ങനെ അവർ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതം കുടുംബമായി സമർപ്പിച്ച് കർത്താവിൻ്റെ കൽപ്പനകളിലേക്ക് നടത്തപ്പെടുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒത്തിരി സ്നാനങ്ങൾ നടന്നിട്ടുണ്ടെന്നാൽ മറക്കാത്ത 3 സ്നാനങ്ങൾ അതിനിടയിലുണ്ട്. അതിലൊരു സ്നാനം നിഷയുടെ സ്നാനമാണ്. ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിറവയറോടെയാണ് വെള്ളത്തിൽ കർത്താവിനെ സാക്ഷീകരിപ്പാനിടയായി തീർന്നത്. അതിനുശേഷം നടത്തിയ സ്നാനം ഞങ്ങൾ മുണ്ടക്കയത്തെ കർത്താവിന് വേല ചെയ്യുമ്പോൾ അവിടെ ഒരു കത്തോലിക്ക വിശ്വാസത്തിലുള്ള ഒരു ആൻറ്റിയോടെ സുവിശേഷം പറയുമ്പോൾ കൂടെ കൂടെ പറയുന്നൊരു പദമുണ്ടായിരുന്നു, പെന്തക്കോസുകാരുടെ കൂടെ കലക്ക വെള്ളത്തിൽ മുങ്ങാൻ ഞാൻ വരത്തില്ലെന്ന്. അങ്ങനെ കൂടെ കൂടെ പറയുമായിരുന്നു. എന്നാൽ പിന്നീട് താൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. അങ്ങനെ തൻ്റെ സ്നാനം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. താനൊരു സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് ആ ദേശങ്ങളിലൊക്കെ തന്നെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ് അവിടെ എങ്ങും പറ്റത്തില്ല, കുറച്ച് ദൂരെ പോയി സ്നാനം നടത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ സ്നാനത്തിനായിട്ട് ഒരു ജീപ്പിൽ കടന്നു പോകുമ്പോൾ വളരെ തെളിഞ്ഞ ശാന്തമായ അന്തരീക്ഷത്തെ യാത്ര ആരംഭിച്ചെങ്കിലും ആ ആറ്റിലേക്ക് അല്ലെങ്കിൽ ആ സ്നാന സ്ഥലത്തേക്ക് അടുക്കുന്നതിന് മുമ്പ് ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചു. ഞങ്ങൾ അവിടെ ഒരാറ്റിലാണ് സ്നാനം നടക്കുന്നത്. ചെല്ലുമ്പോൾ ചായ പോലെ കലങ്ങിയാണ് വെള്ളം ഒഴുകുന്നത്. ശാന്തമായി തെളിഞ്ഞൊഴുകിയ വെള്ളം ചായ പോലെ കലങ്ങിയ അന്തരീക്ഷത്തിലാണ് അവിടെ ചെല്ലുമ്പോൾ ഒഴുകുന്നത്. കലക്കവെള്ളത്തിൽ മുങ്ങത്തില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് അന്ന് കലക്കവെള്ളത്തിൽ തന്നെ ആ ആൻറ്റിയെ സ്നാനപ്പെടുത്താൻ ഇടയാക്കി. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 2024 അവസാനമായിട്ട് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കൂടലിൽ നടന്നൊരു സ്നാനം. 84 വയസ്സ് പ്രായമുള്ള അരമ്മച്ചിയെ സുവിശേഷം ഒത്തിരി പറഞ്ഞപ്പോഴൊന്നും വിശ്വസിച്ചില്ല. ICU കയറി അവസാനം വെന്റിലേറ്ററിൽ കയറിയപ്പോൾ ദൈവം തന്നോട് ഇടപെട്ടു. അവിടെ വെച്ച് വെന്റിലേറ്ററിൽ വെച്ച് മോളോട് പറഞ്ഞു, റോയ് പാസ്റ്ററെ വിളിച്ചു പറ എനിക്ക് സ്നാനപ്പെടണമെന്ന്. എനിക്ക് നടക്കാൻ വേണ്ടത്ര സാഹചര്യമില്ലായിരുന്നത് കൊണ്ട് തന്നെ കസേരയിലിരുത്തി കസയോരയോടെ വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തി. ഈ 3 സ്നാനങ്ങൾ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത സ്നാനങ്ങളാണ്. അങ്ങനെ ആദ്യത്തെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യത്തെ ഒരു വിശ്വാസ കുടുംബമാണ് പ്രിയ ഏലിയാസും നിഷയും. ഇന്ന് ഈ രാജ്യത്ത് ഇത്രത്തോളം ശ്രേഷ്ഠമായ നിലയിൽ ദൈവം അവരെ ആദരിച്ച് അവരോടൊപ്പം ചില ദിവസങ്ങൾ പാർത്തവരുടെ സ്നേഹ സൽക്കാരങ്ങൾ പങ്കെടുക്കുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. അതിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിലപ്പുറം അവർ അന്ന് കണ്ടെത്തിയ വിശ്വാസത്തിൽ ഇന്നും അടിയുറച്ച് നിന്ന് കർത്താവിനെ സേവിപ്പാൻ കർത്താവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. കർത്താവ് ധന്യമായിട്ട് പിന്നെയും നടത്തുമാറാകട്ടെ. മറ്റ് ചില പ്രിയപ്പെട്ടവരെയും കൂടെ ഇവിടെ വന്ന് പരിചയപ്പെടുവാനൊക്കെ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. അവരെല്ലാവരെയുമായിട്ട് ഓർത്ത് കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും
ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ആരാധന മധ്യേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വിലപ്പെട്ട സന്ദേശങ്ങളൊക്കെ വളരെ നമ്മൾ ഓർത്തിരിക്കേണ്ടതും വളരെ ഗൗരവത്തോടെ ഓരോ ദിവസങ്ങൾ ഓർക്കേണ്ടതുമാണ്. പ്രിയരെ, ഞാൻ പലപ്പോഴും ഇങ്ങനെ എൻ്റെ സഭയിൽ ആരാധന നയിക്കുമ്പോൾ ഞാനിങ്ങനെ ജനത്തോട് പറയാറുണ്ട്, ഓരോ ആരാധനകളിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വിചാരമുണ്ടാകണം, ഒരുപക്ഷെ എൻ്റെ ആയുസ്സിലെ അവസാനത്തെ ആരാധനയായിരിക്കും ഇത്. അതുകൊണ്ട് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നിനക്ക് എത്ര ശബ്ദമുയർത്താമോ അത്രയും ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിക്കണം. കാരണം അടുത്ത ഞായറാഴ്ച വന്ന് ആരാധിക്കാം എന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ജീവനുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരണമെന്ന് നിർബന്ധമില്ല. എത്ര ആരോഗ്യം നൽകിയിട്ടുണ്ടോ ആരോഗ്യം മുഴുവൻ ഉപയോഗിച്ച് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കാരണം ഇന്ന് ആരാധന നയിക്കുക കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ആമേൻ, തന്റെ കരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബലഹീനമായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച ആമേൻ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമോ കരമടയ്ക്കാൻ അറിയില്ല പ്രിയരെ. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് അവസാനത്തെ ഒരു അനുഭവത്തിലാണ് ഇത്ര ആരോഗ്യത്തോടെ ആരാധിപ്പാൻ ദൈവം അവസരം തരുന്നെങ്കിൽ നാളെ അതില്ലാതെ വരുന്നതിന് പേരിൽ ദുഃഖിക്കാൻ ഇടയാകാതെ അപ്പോഴും നമുക്കൊരു ഹൃദയത്തിനകത്തൊരു സന്തോഷമുണ്ടാകണം. ദൈവം എനിക്ക് അവസാനം നൽകിയ ആരോഗ്യവും ദൈവത്തിന് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചാരിതാർത്ഥ്യമായിരിക്കണം. പ്രിയരെ, ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന് നന്ദി പറയാൻ ഒരു നല്ല വണ്ടി കിട്ടണമെന്നില്ലെന്നേ, നല്ലൊരു വീട് കിട്ടണമെന്നില്ല, PR കിട്ടണമെന്നില്ല, നല്ല കനേഡിയൻ ഡോളറിന്റെ ശമ്പളം കിട്ടണമെന്നൊന്നുമില്ല. ഇതൊന്നൊക്കെ ഉണ്ടെങ്കിലേ നന്ദി പറയാവുന്നൊന്നില്ല. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് പ്രഭാതത്തിൽ കട്ടിൽ നിന്ന് ആരോഗ്യത്തോടെ ഉണർന്ന് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം നിനക്ക് അവസരം നൽകിയെങ്കിൽ ഹൃദയം തുറന്ന് പറ, കർത്താവേ നന്ദിയെന്ന്. ഒരു ട്യൂബിന്റെയോ ബാഗിന്റെയോ സഹായമില്ലാതെ നിന്റെ വാഷ്റൂമിൽ പോയി പ്രഭാത കൃത്യങ്ങളെ നടത്താൻ നിന്റെ ശരീരാത്മദേഹിയിൽ ദൈവം ആരോഗ്യം നൽകെങ്കിൽ പറയണം, എന്റെ അപ്പം നന്ദിയെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അകത്തോട്ട് ശ്വാസം വലിക്കുന്നത് പുറത്തോട്ട് വിടാൻ കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത ശ്വാസം അകത്തോട്ടെടുക്കാൻ നമുക്ക് അവസരം ഉണ്ടാകുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ എന്നല്ലാതെ മറ്റൊന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ കാര്യം, 2021 ജൂലൈ മാസം 11-ാം തീയതി കോവിഡ് പോസിറ്റീവായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കോട്ടയത്തെ കാരിത്താസ് ഹോസ്പിറ്റലിൽ 21 ദിവസങ്ങൾ കോവിഡ് വാർഡിലെ ICUവിലെ വെന്റിലേറ്ററിനകത്ത് ജീവന്റെയും മരണത്തിന്റെയും നൂൽപാലത്തിനകത്തൂടെ സഞ്ചരിച്ചവനാണ് ഞാൻ. മുഴുവൻ ഡോക്ടേഴ്സും എന്റെ ചുറ്റും കടന്നു വന്ന് എന്റെ അനുജന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ ചെക്ക് ചെയ്തിട്ട് അതിലെ മെയിൻ ഡോക്ടർ എന്റെ സഹോദരനെ വിളിച്ച് ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ എന്റെ കാതുകൾ കേൾക്കുന്നു, വിനോദേ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, ഞങ്ങളെ കൊണ്ടാവുന്നത് മുഴുവൻ ചെയ്തു, പക്ഷെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, 1% പോലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നത് വെന്റിലേറ്ററിൽ കിടന്ന് എന്റെ കാതുകൾ കൊണ്ട് കേട്ടവനാ ഞാൻ. എന്നെ ഇന്ന് പകൽ പൂർണ്ണ ആരോഗ്യമുള്ളവനായി ബലമുള്ളവനായി എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനായി ഒരിക്കൽ കൂടെ ഈ രാജ്യത്ത് ജീവനുള്ളവനായി കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അവസരം നൽകിയാൽ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയും? ഈ തണ്ടും തടിയും ഉള്ളത് കൊണ്ടൊന്നും നമ്മൾ ആരും ഗമ വിചാരിക്കേണ്ട പ്രിയരെ. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ വന്ന് വിശ്രമിച്ച് 3 മാസം കഴിഞ്ഞ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യം എനിക്ക് തിരികെ കിട്ടിയത്. ഞാൻ ഈ പറഞ്ഞത്, എത്ര തണ്ടുണ്ടെങ്കിലും തടിയുണ്ടെങ്കിലും ദൈവം കനിഞ്ഞില്ലെങ്കിൽ, കർത്താവ് കരുണ കാണിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണി നമുക്കുണ്ടാകത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ മസിൽ പവറോ മണി പവറോ അല്ല നമ്മളെ നടത്തുന്നത്, തമ്പുരാന്റെ കരുണയാണ്, അവന്റെ ആർദ്രതയാണ്, അവന്റെ മനസ്സലിവാണ്, അവന്റെ കൃപയാണെന്നോർത്ത് ഓരോ ദിവസങ്ങളും ദൈവത്തിന് മുമ്പാകെ താഴ്മയുള്ളവരായി വിനയമുള്ളവരായി അഹങ്കാരമില്ലാതെ ഗർവമില്ലാതെ നിന്റെ ദൈവത്തിന് നന്ദി പറയാൻ ഒരു മനസ്സും ഒരു ഹൃദയവും നമുക്കുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തുറന്നു പറയുന്നത് ക്ഷമിക്കണം പ്രിയരെ. ഇന്ന് അന്യഭാഷയും കരമടിച്ചുള്ള ആരാധനയും ഒക്കെ പെന്തക്കോസ്തിനകത്ത് ഔട്ട് ഓഫ് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
എന്നാൽ ഇന്ന് പകൽക്കാലം മറക്കരുത്, നിന്നെ ഇന്ന് പകൽ ഇവിടം വരെ എത്തിച്ചത് കഴിഞ്ഞ നാളുകളിലെ നിന്റെ ആരാധനയാ, നിന്റെ കയ്യടിയാ, നിന്റെ അന്യഭാഷയാ, നിന്റെ പ്രാർത്ഥനയാ, നീ മുട്ടുമടക്കി കരഞ്ഞതിന്റെ നിലവിളിയുടെ മറുപടിയാ. ഇന്ന് പകൽ ഇത്ര യോഗ്യതയോടെ ഈ ആലയത്തിനകത്ത് ദൈവത്തെ ആരാധിപ്പാൻ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആരാധനയും അന്യഭാഷയും കയ്യടിയും ഒന്നും ഔട്ട് ഓഫ് ഫാഷൻ അല്ല കുഞ്ഞുങ്ങളെ. ഇന്ന് പകൽ അതിനോളം ശ്രേഷ്ഠമായതൊന്നുമില്ല. Praise the Lord. Hallelujah. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാനുള്ള ആരാധനയിൽ നമ്മൾ ലോഭം കാണിക്കരുത്, നമ്മൾ അതിനകത്ത് പിശുക്ക് കാണിക്കരുത്. ദൈവം തരുന്നതൊക്കെ കൈനീട്ട് വാങ്ങിക്കാൻ നമുക്ക് എത്ര സന്തോഷമുണ്ടോ അതിനേക്കാൾ ഇരട്ടി ആവേശവും സന്തോഷം ഉണ്ടാകണം. ദൈവത്തിന് അങ്ങോട്ട് ആരാധന കൊടുക്കാൻ, ദൈവത്തിന് അങ്ങോട്ട് നന്ദി പറയാൻ, ദൈവത്തിന് അങ്ങോട്ട് സ്തുതി കരറ്റാൻ. Praise the Lord. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ മതിമറന്ന് ആരാധിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ, നമ്മളെപ്പോലെ തന്നെ സമാനമായ നിലവാരങ്ങളിൽ ഉപദേശങ്ങളും വിശ്വാസവും ഒക്കെയുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട് നമ്മുടെ ഇടയിൽ, ബ്രദറൻ ഗ്രൂപ്പുകാർ, അല്ലേ? ആമേൻ. അവരും നമ്മളുള്ള പ്രകടമായ ഉപദേശത്തിന്റെ വ്യത്യാസങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന വിഷയമാണ്. അവരെ സംബന്ധിച്ച് അന്യഭാഷയെ വിശ്വസിക്കുന്നില്ല, ആത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്നില്ല. ആമേൻ. അങ്ങനെയുള്ള നിലവാരങ്ങളിലൊക്കെ അവരെ ആമേൻ ആ നിലപാടുകൾ സ്വീകരിക്കുന്നു. എന്നാൽ പെന്തക്കോസ്തുകാരായ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അഭിഷേകത്തെ വിശ്വസിക്കുന്നു, അന്യഭാഷയെ വിശ്വസിക്കുന്നു, ആത്മനിയന്ത്രണത്തെ വിശ്വസിക്കുന്നു, അഭിഷേകത്തിലുള്ള ആരാധനയെ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ ഖേദത്തോടെ പറയട്ടെ, ഈ ബ്രദറൻകാരുടെ ഇടയിൽ ഒരൊറ്റ പെന്തക്കോസുകാരില്ല. ഉണ്ടോ? ഒരൊറ്റ ബ്രദറൻ സഭയിൽ ചെന്നാൽ അതിനിടയ്ക്ക് ഒരൊറ്റ പെന്തക്കോസുകാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ ഇന്നത്തെ പെന്തക്കോസുകാരുടെ ഇടയിൽ ബ്രദറൻകാരെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ബ്രദറൻകാരാകാനല്ലല്ലോ ഈ പ്രമാണത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസിന്റെ കാതലായ ആശയം, പെന്തക്കോസിന്റെ കാതലായ ഉപദേശം അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിലുള്ള ആരാധനയാണ്, അന്യഭാഷയിലുള്ള ആരാധനയാണ്, കൃപാവരങ്ങളിലുള്ള ദൈവപ്രവൃത്തിയാണ്. ഇന്ന് പകൽക്കാലം അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് കാനഡയായാലും ആഫ്രിക്കയായാലും അമേരിക്കയായാലും ഇന്ത്യ ആയാലും അതിനൊരു വ്യത്യാസവുമില്ല. ആത്മാവിനെ സകല ഭൂഖണ്ഡങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ദാനമായി നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് അകത്തു വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, അതിൽ സന്തോഷിക്കാനുള്ളത്, അതിൽ ആരാധിക്കാനുള്ളത്. Praise the Lord. Hallelujah. അതുകൊണ്ട് നമ്മളെ ദൈവം എത്ര ഉയർത്തിയാലും ആരാധനയിൽ നാം പുറകോട്ട് പോകരുത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു അച്ചായന്റെ അനുജനിയുടെ ഒരു തനിക്കൊരു രോഗം പിടിപെട്ടു. നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ്. രോഗം പിടിപെട്ടിട്ട് ആ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ ആ മധ്യ തിരുവിതാംകൂറിലെ ഒരുമാതിരിപ്പെട്ട സകല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി. ആ ഹോസ്പിറ്റലുകളിലെല്ലാം ഈ രോഗം എന്താണെന്നറിയാൻ ടെസ്റ്റുകൾക്ക് പുറകെ ടെസ്റ്റുകൾ. സകല ഹോസ്പിറ്റലുകളിൽ മാറി മാറി ടെസ്റ്റുകൾ നടത്തി. ടെസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ചെലവായത് 24 ലക്ഷം രൂപയാണ്. 24 ലക്ഷം രൂപ ടെസ്റ്റുകൾക്ക് മാത്രം ചെലവായ ശേഷമാണ് തനിക്ക് ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. അതിനുശേഷമുള്ള ചികിത്സകൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടത് എണ്ണിയാൽ തീരാത്തതാ. ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഒരു പുരുഷ ആയുസ് കൊണ്ട് സമ്പാദിച്ചത് ചോർന്നു പോകാൻ ഒരു ദിവസം തികച്ചു വേണ്ട. അത്രയുള്ളൂ ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ കരഗതത്തിലുണ്ടെന്ന് പറയുന്നത് എന്തുമെന്ന് മറന്നു പോകരുത്. മനുഷ്യൻ ക്ഷണികനാണ്. ഇന്ന് പകൽ കർത്താവിന്റെ ദാസൻ വായിച്ച സംഗീതത്തിൽ നമ്മളെ പ്രബോധിപ്പിച്ചു. ഒരൊറ്റ ശ്വാസത്തിനും മാത്രമേ നാമൊക്കെ ഉള്ളു പ്രിയപ്പെട്ടവരെ. അത് എത്ര വലിയവനായാലും, എത്ര ചെറിയവനായാലും, എത്ര ഉന്നതനായാലും, എത്ര താഴെ കിടക്കുന്നവനായാലും ഒരൊറ്റ ശ്വാസം മാത്രമാണ് മനുഷ്യൻ. അതിനപ്പുറം നമുക്ക് അഹങ്കാരിക്കാനൊന്നുമില്ല, അതിനപ്പുറം നമുക്ക് കേമത്തരം പറയാനൊന്നുമില്ല. അതുകൊണ്ട് നാം ആരെന്നറിഞ്ഞ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പകൽ കർത്താവിന്റെ ദാസന്മാർ രണ്ടുപേരും ഈ പകൽക്കാലം വളരെ ശക്തമായി ഇവിടെ കൈമാറിയ ദൈവിക ദൂതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നെ ഉണർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ സഭയുടെ നടുവിൽ പ്രസ്താവിപ്പാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു തിരുവെഴുത്ത് ഭാഗത്തെ അടിവര ഉറപ്പിച്ചുകൊണ്ട് ഈ കർത്തൃദാസന്മാർ രണ്ടുപേരും ഇന്ന് പകൽക്കാലം സംസാരിപ്പാനിടയായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആ തിരുവചന ഭാഗത്തേക്ക് ഓടി ഒന്ന് കയറി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം.
വളരെ പരിചിതമായൊരു തിരുവെഴുത്ത് ഭാഗം. 11-ാമത്തെ അധ്യായം 2 കൊരിന്ത്യ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത് ഭാഗമാണ്. ഇന്ന് പകൽക്കാലം ഈ തിരുവെഴുത്ത് നമുക്ക് എല്ലാവർക്കും ആമേൻ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രവർത്തന മേഖലകളെ കുറിച്ച്, ആമേൻ, അതിന്റെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതികരണങ്ങളെ കുറിച്ച് തിരുവെഴുത്തിന്റെ ചില ഭാഗങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ ധനികനായ ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് നിത്യജീവനെ കുറിച്ച് സംശയം ചോദിക്കുകയാ. ആമേൻ, ആ സംശയത്തിനൊക്കെ അവസാനമായിട്ട് യേശു അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കാം. ഇത് കേട്ടുകൊണ്ട് അവൻ ദുഃഖിച്ചുകൊണ്ട് പോയെന്ന് എഴുതിയിരിക്കുന്നു, അല്ലേ? അപ്പൊ വചനം കേട്ട ചിലപ്പോൾ ദുഃഖമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നീട് സ്തെഫാനോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, സ്തെഫാനോസ് കത്തിക്കയറി സുവിശേഷം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അത് കേട്ടുകൊണ്ട് നിനക്ക് കോപം കയറിയവരെല്ലാം കൂടി അവനെ എറിഞ്ഞ് കൊന്നുകളഞ്ഞുവെന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ആമേൻ, വചനം കേൾക്കുമ്പോൾ ചിലപ്പം ദുഃഖമുണ്ടാകും, ചിലപ്പം കോപം വരാൻ സാധ്യതയുണ്ട്. ഫെലിക്സ് സുവിശേഷം കേൾക്കാനൊക്കെ താല്പര്യപ്പെട്ടപ്പോൾ പൗലോസ് അവനോട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സുവിശേഷം കേട്ടവൻ ഭയപരവശനായെന്ന അവിടെ എഴുതാനായിട്ട് കഴിയുന്നത്. അപ്പൊ സുവിശേഷം കേട്ടപ്പോ അവന് ഭയമുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നത്. ആമേൻ, ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ആത്മാവ് നിയോഗിച്ച യെഹെസ്കേൽ പ്രവാചകൻ ആത്മാവിൽ ദൈവത്തിന്റെ വചനം അവന്റെ വായിൽ നിന്ന് ഉരുവിട്ട് വന്നപ്പോൾ ആമേൻ, അവിടെ ചിതറിക്കടന്ന ഈ അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിച്ച് അവയൊരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ, പിന്നെ എമ്മവോസിലേക്ക് പോയ ശിഷ്യന്മാർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് നടക്കുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നിട്ട് അവരോട് സുവിശേഷത്തിന്റെ തിരുവെഴുത്തുകളെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് പറയേ, അവൻ നമ്മോട് തിരുവെഴുത്തുകളെ സംസാരിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് ഇങ്ങനെയെല്ലാം വ്യത്യസ്തമായ നിലയിൽ ക്രിയ ചെയ്യാനുള്ള ആമേൻ സാഹചര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരും കോപം നിറഞ്ഞവരായി പോകരുത്, ആരും ഭയപ്പെട്ടവരായി പോകരുത്. ഇന്ന് പകൽ ആത്മാവിൽ എരിവുള്ളവരായിട്ട്, ആകം കത്തിയവരായിട്ട്, വചനത്തിന്റെ ശക്തിയെ വെളിപ്പെട്ട് അനുഭവിച്ചവരായിട്ട്, ദൈവകൃപയിൽ ജ്വലിക്കുന്നവരായിട്ട്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള എരിവോടെ പോകാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഇടയാക്കി തീർക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച തിരുവെഴുത്ത് ഭാഗത്തിനകത്ത് പ്രാരംഭ ഭാഗം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ എരിവോടെ നിങ്ങളെ കുറിച്ച് എരിയുകയാണ്. ഇത് പറയുന്ന അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലം നമുക്കറിയാം. യഥാർത്ഥ അപ്പോസ്തോലത്വത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെട്ട് വന്ന ഒരു അപ്പോസ്തലനായിട്ട് പൗലോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്താ? കൊരിന്ത്യ സഭയെ ലേഖനം എഴുതാനുണ്ടായ പശ്ചാത്തലം തന്നെ സഭയ്ക്കകത്ത് ഭിന്നിപ്പുണ്ടായി. പലവിധ ഗ്രൂപ്പുകൾ സഭയ്ക്കകത്ത് ഉടലെടുത്തു. കേഫാവിന്റെ ഗ്രൂപ്പ് എന്നും പൗലോസിന്റെ ഗ്രൂപ്പ് എന്നും യേശുവിന്റെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഗ്രൂപ്പുകൾ ദൈവസഭയ്ക്കകത്ത് എഴുന്നേറ്റപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മീയ അഭിഷേകത്തിൽ നിയോഗം പ്രാപിച്ച അഭിഷക്തനായതുകൊണ്ട് എന്റെ കൂടെ ആള് കൂട്ടാൻ ഉള്ളവരെയും കൂടെ ചാക്കിട്ട് പിടിക്കാനല്ല പറഞ്ഞത്. നിങ്ങളിൽ എവിടെ നിന്നായി ഭിന്നതയുണ്ടായത്? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? എന്ന് ചോദിച്ച് ആ സഭയെ ഒരു മനസ്സോടെ കൊണ്ടുവന്ന് ഒരു മനപ്പെട്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വിളിച്ച വേലയ്ക്ക് യോഗ്യമാമണ്ണം നിൽക്കാൻ പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കാനായിട്ടാണ് കൊരിന്ത്യ ലേഖനം എഴുതി ചമച്ചത് തന്നെ. ഇന്ന് പകൽ ഇതാ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭിന്നിപ്പിക്കുന്ന ഈ ആത്മാവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുമിപ്പിക്കുന്ന ഈ ആത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിതറിപ്പിച്ച് കളയുന്ന ഈ ആത്മാവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചേർത്ത് വെക്കുന്ന ഈ ആത്മാവ്. ഇന്ന് പകൽ നിന്റെ കുടുംബ ജീവിതത്തിലാകട്ടെ, നിന്റെ ആത്മീക ബന്ധങ്ങളിലാകട്ടെ, ദൈവസഭയോടുള്ള ബന്ധത്തിലാകട്ടെ, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കർത്തൃത്വം നടത്താൻ ആക്കി വെച്ചിരിക്കുന്ന നിന്റെ അഭിഷക്തനോടാകട്ടെ ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൂതുമായി ആരെങ്കിലും നിന്നെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോ, അത് ദൈവത്തിൻ്റെതല്ല. ദൈവത്തിന്റെ ആത്മാവ് ചേർത്ത് വയ്ക്കുന്ന ഈ ആത്മാവ്.
പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ശുശ്രൂഷിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് കൊടുമൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്. അവിടെ ഒരു ആന്റി ഉണ്ട്. ആമേൻ. ഒത്തിരി ആത്മീയ നിലവാരങ്ങൾ നല്ല ബന്ധമുള്ള ഒരു കുടുംബമാണ്. അവിടെ വത്സ ആന്റി ആന്റിയുടെ പേര്. ആ ആന്റി ഒരിക്കൽ താൻ പങ്കുവെക്കപ്പെട്ട ആമേൻ ഒരു അനുഭവമുണ്ട്. ഒരിക്കൽ ഒരു ആമേൻ മനുഷ്യൻ ഒരു സഞ്ചാര ഉപദേശിയാണ് എന്ന പേരിൽ ആമേൻ ആ ആന്റിയുടെ വീട്ടിലേക്ക് കയറി വന്നു. ആമേൻ. വരുന്ന ദൈവദാസന്മാരെ ഒത്തിരി സൽക്കരിക്കുന്ന ഒരു കുടുംബമാണ്. ആമേൻ. ആ പ്രിയപ്പെട്ടവൻ മാലിയിലാണ് ജോലി ചെയ്യുന്നത്. ആമേൻ. ആ ദൈവദാസൻ എന്ന നിലയിൽ കയറി വന്നപ്പോൾ ആ ആന്റി വളരെ ഭക്തിയോടെ ആമേൻ ആ മനുഷ്യനെ സ്വീകരിച്ച് വീടിനകത്തിരുത്തി. പെട്ടെന്ന് ആമേൻ അടുക്കളയിൽ പോയി അല്പം ആഹാരമൊക്കെ ഉണ്ടാക്കി ആ ദൈവദാസൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാനായിട്ട് അവസരമൊരുക്കി. ആമേൻ. അങ്ങനെ താൻ ഭക്ഷിച്ചു പാനം ചെയ്ത് കഴിഞ്ഞിട്ട് താൻ പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോകാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകാം. അങ്ങനെ ഇത് നടന്ന സംഭവം കേട്ടോ. പ്രാർത്ഥിച്ചു പോകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങി 2 അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ഒരു ദൂതിലേക്ക് കയറിയിട്ട് ഈ ആന്റിയോട് പറയുന്ന ഒരു ദൂതാണ്, ആന്റി അച്ചായനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അച്ചായന്റെ റൂട്ട് മാറുന്നുണ്ട്, അതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോണം, അല്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന്. ഈ ആന്റി നല്ല ദൈവകൃപയുള്ള ആന്റിയാ കേട്ടോ. ആന്റി പറഞ്ഞു, നിർത്തട അവിടെ എന്ന് പറഞ്ഞു. എൻ്റെ അച്ചായനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 24 വർഷമായി ഞാനും എൻ്റെ അച്ചായനും ഒരുമിച്ച് കുടുംബജീവിതം ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ അച്ചായൻ ആരാണെന്ന് എനിക്കറിയാം. മേല ഇങ്ങനത്തെ വേലത്തരവും കൊണ്ട് എൻ്റെ വീട്ടിൽ കയറിപ്പോയേക്കരുത് എന്ന് പറഞ്ഞതുമല്ല, ചെരുപ്പെടുക്കാതെ പ്രവാചകന്റെ വഴിക്ക് വിട്ടു. ഞാൻ ഈ പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാ പ്രിയരെ, ഇന്ന് ഈ ഒരു ദൂത് എത്ര കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദൂതുമായി വ്യാപരിച്ച് കയറിയവർ എത്ര കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ പേരും പറഞ്ഞ് വചനത്തിന്റെ പേരും പറഞ്ഞ് ആമേൻ ആകാത്ത വേലക്കാരായി കയറിക്കൂടി അനേക കുടുംബങ്ങളെ അനേകർ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാനൊന്ന് പറയട്ടെ, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവ്. ആമേൻ. കാരണം കുടുംബം എന്ന എനിക്കറിയില്ല, ദൂത് വഴിമാറി തിരിയുന്നുണ്ട്. ഒരു കുടുംബം എന്ന് പറയുന്നത് ദൈവം ഈ ഉലകത്തിൽ സ്ഥാപിച്ച സ്ഥാപനമാ. ഇതൊരു മനുഷ്യന്റെ ആശയമല്ല, ഇതൊരു മനുഷ്യന്റെ ഐഡിയോളജി അല്ല. കുടുംബത്തെ ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് സർവശക്തനായ ദൈവമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏത് കാര്യങ്ങളിലും ഐക്യമത്യപ്പെട്ട് ഒരുമിച്ച് നിൽക്കുന്നുവോ അതുപോലെ ഈ ഭൂമിയിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന് ദൈവം സ്ഥാപിച്ചതാണ് കുടുംബം. കുടുംബത്തിന്റെ അകത്തെ ഏകാന്തത അല്ലെ ഐക്യതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ശത്രു പൈശാചിക മണ്ഡലമാ പ്രിയരെ. ഇന്ന് പകൽ മറന്നു പോകരുത്, ഏദൻ തോട്ടത്തിൽ ദൈവം ആദ്യമായി നട്ട കുടുംബത്തെ പോലും ഭിന്നിപ്പിക്കത്തക്ക രീതിയിൽ പൈശാചിക തലം ആവടം കൊണ്ട് ആരംഭം കുറിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന്റെ തേരോട്ടം അങ്ങേയറ്റം അവന്റെ ക്ലൈമാക്സിലെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാ. ഒരു തുമ്മുന്നതിന്റെ പേരിലും ചുമയ്ക്കുന്നതിന്റെ പേരിലും പോലും കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ചേർത്ത് പറയട്ടെ, കുടുംബജീവിതത്തെ തകർക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അത് ദുരാത്മാവാണ്. നിന്റെ ഭാര്യയെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ ആവശ്യമില്ലാത്ത ദൂതുമായിട്ട് ഒരുത്തം വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ അവന് വെള്ളം കൊടുത്തു പോലും വിടരുതെന്ന് ഞാൻ പറയുന്നത്. ദൈവം നിന്നെ ഒരു കുടുംബമായിരിക്കാൻ യോജിപ്പിച്ചെങ്കിൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് എവിടെയെങ്കിലും ചെറിയ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്ത് അതിനെ ഒരുമിപ്പിച്ച് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ ദേശത്തിന്റെ നടുവിൽ നിങ്ങളെ നിർത്താനാ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്റെ പരിശ്രമം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ഈറൂട്ടിക്കൊണ്ടുപോകുന്നത്. എത്ര അടുത്ത സ്നേഹിതൻ എന്ന് പറഞ്ഞാലും ആവശ്യമില്ലാതെ കുടുംബജീവിതത്തെ അകത്ത് കൈകടത്താൻ നീ ഒരാളെയും അനുവദിക്കരുത്. ദൈവം നിനക്ക് നൽകിയ കുടുംബത്തെക്കാൾ വലുതല്ല സുഹൃത്ത് ബന്ധങ്ങൾ. ദൈവം നിനക്ക് നൽകിയ കുടുംബത്തെക്കാൾ വലുതല്ല ഒരു സ്നേഹ കൂട്ടായ്മകളും. ഇന്ന് പകൽ കുടുംബമാണ് ഈ ലോകത്തിൽ ദൈവം നിനക്ക് നൽകിയ ഏറ്റവും വലിയ ഇടമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വിള്ളലുണ്ടാകാൻ നീ അവസരം കൊടുക്കരുത്. ഇന്ന് പകൽ പല കുടുംബവേദികളിൽ വിവാഹവേദികളിൽ നമ്മൾ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് കുടുംബജീവിതത്തിന്റെ വിജയത്തിന്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാനതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ അഡ്ജസ്റ്റ്മെന്റിനേക്കാൾ കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പ്രാധാന്യം. നിന്റെ ഭാര്യയാണെന്ന് ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ ഭർത്താവ് ആരാണെന്നും ഏത് സ്വഭാവമാണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ നിന്റെ കുടുംബജീവിതം ഒരു പരിധിവരെ വിജയിക്കും കുഞ്ഞെ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത്, അവരെ കമ്പയർ ചെയ്ത്, ഇവരെ കമ്പയർ ചെയ്ത് നീ നിന്റെ ഭർത്താവിനെ നോക്കിയാൽ, നിന്റെ ഭാര്യയെ നോക്കിയാൽ നിന്റെ കുടുംബജീവിതം ഒരിക്കലും ശ്രേഷ്ഠമായി മുൻപോട്ട് പോകത്തില്ല. എന്ന് പകൽ അവരല്ല നിന്റെ ഭർത്താവ്, അവളല്ല നിന്റെ ഭാര്യ. നിന്റെ ഭാര്യയായിട്ട് ദൈവം നിനക്ക് തന്നത് നിന്നോടുകൂടെ എന്ന് വിരിക്കേണ്ടതിനാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എവിടെയെങ്കിലുമൊക്കെ ഭിന്നിപ്പിന്റെ വ്യാപാരവുമായി നിന്റെ കുടുംബജീവിതത്തിനകത്ത് ആരെങ്കിലും കയറിക്കൂടുന്നുണ്ടെങ്കിൽ ഇതിന്റെ പകൽ ആത്മാവ് പറയുന്നു, അതിന് നീ വില കൊടുക്കരുത്, അതിനെ നീ പരിപോഷിപ്പിക്കരുത്. ഇതിന്റെ പകൽ എത്ര നിലയിലുള്ളതാണെങ്കിലും അതിനോട് നീ വിട പറയണം. ദൈവം ഈ ഭൂമിയിൽ നിനക്ക് നൽകിയ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥാപനം നിന്റെ കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം സ്ഥാപിച്ചതിനെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഒന്നാമത്തെ അജണ്ട. അത് നീ തിരിച്ചറിയണം. അതിന് നീ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ആമേൻ ഓടിപ്പോകട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ ഈ ഭാഗത്ത് ഞാൻ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആമേൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ച് ഭിന്നിച്ച് 3-4 തട്ടായി പോകേണ്ട സഭയെ ആത്മാവിൽ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ആ ദേശത്തിന് നടുവിൽ ദൈവം ഏൽപ്പിച്ച ദൈവിക ദൗത്യത്തിന് വേണ്ടി അവരെ വീണ്ടും സജ്ജമാക്കാനുള്ള ഒരു ദൈവിക നിയോഗം ആ സഭയുടെ മേൽ കൈമാറുകയായിരുന്നു അഭിഷക്തനായ പൗലോസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഇതാണ് ഈ കാലഘട്ടത്തിലെ അപ്പോസ്തലന്മാരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്, അഭിഷക്തന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആമേൻ ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടായ്മകൾക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കി അവരവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ, അവരവരുടെ ആളുവലിപ്പം കൂട്ടാൻ, അവരവരുടെ ഗ്രൂപ്പിസം വർദ്ധിപ്പിക്കാൻ ആമേൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്ന് പകൽ പറയട്ടെ, ഏത് നിലയിലാണെങ്കിലും അത് പരിശുദ്ധാത്മാവല്ല. ക്രിസ്തുവിന്റെ സഭ, ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയെ വലിച്ചു കീറുന്നതല്ല പരിശുദ്ധാത്മാവ്, ചേർത്ത് പിടിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിനെ ഭിന്നിപ്പിച്ച് കളയുന്നതല്ല പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം അങ്ങനെയാ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ ഈ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ ഓടി വരാൻ പോവുകയാ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി എരിയുകയാണ്. ആ പൗലോസിനെ കുറിച്ച് നമ്മൾ ഒരു പടിയൊന്ന് ഇറങ്ങി പരിശോധിച്ച പ്രിയരെ, യേശുവിന്റെ കൂടെ നടന്ന ആശ്ചര്യമായ ശുശ്രൂഷയിൽ യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരോടൊപ്പം നിന്നവനല്ല പൗലോസ്. ആമേൻ. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിനാൽ വിളികിട്ടി പുറത്തു വന്നവനാണ് പൗലോസ്. അപ്പൊ യേശുവിന്റെ കൂടെ നടക്കാനോ, യേശുവിന്റെ വാമൊഴികൾ കേൾക്കാനോ, യേശുവിന്റെ ശരീരത്തിന്റെ ചൂടുള്ള സ്പർശനം അനുഭവിപ്പാനോ ഒന്നും ആശ്ചര്യമായിട്ട് അവസരം ലഭിച്ചവനല്ല പൗലോസ്. എന്നാൽ ആമേൻ കൂടെ നടന്ന ആമേൻ യേശുവിന്റെ ചൂടും ചൂരും അറിഞ്ഞ, യേശുവിന്റെ കൈത്താങ്ങൽ അറിഞ്ഞ, യേശുവിന്റെ ശബ്ദം നേരിട്ട് വാമൊഴിയായി കേട്ട, യേശുവിന്റെ നെഞ്ചിലെ ചൂട് അനുഭവിച്ച അപ്പോസ്തലന്മാരിൽ ഒരാൾക്ക് പോലും പറയാൻ കഴിയാതിരുന്ന ഒരു പ്രാഗൽഭ്യം പൗലോസ് പറയുന്നുണ്ട്. അതെന്തെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരിയാകുവീൻ. കൂടെ നടന്ന 11 പേരിൽ ഒരാൾക്ക് പോലും പറയാൻ കഴിയാതിരുന്ന ആത്മീക പ്രാഗൽഭ്യം ആമേൻ വിളിച്ചു പറഞ്ഞവനാ പൗലോസ്. ഞാൻ ക്രിസ്തു എന്താണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെയും കാണാമെന്ന് അത്ര ആത്മീക തന്റെ ഇടമുള്ളവനായിരുന്നു പൗലോസ്. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യയിലെ നമുക്കറിയാം, കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ നടത്തപ്പെടുമ്പോഴൊക്കെ നമ്മൾ പതിവായിട്ട് സാധാരണ വായിക്കാറുള്ളത് തന്നെ പൗലോസ് എഴുതിയ ആമേൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിലുള്ള വാക്യങ്ങളാ. അതിനകത്ത് താൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത്. നോക്കണേ, അന്ത്യ അത്താഴ വിരുന്നിനകത്ത് യേശുവിനോടുകൂടെ ആശ്ചര്യമായിട്ട് മേശയിലുണ്ടായിരുന്നവരിൽ ഒരാൾക്ക് പോലും പറയാൻ കഴിയാതിരുന്നതിനേക്കാൾ ഒരു പടി കടന്ന് പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചെടുത്ത് നിങ്ങൾ കേൾപ്പിച്ചു തരുന്നതാണ് കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷയുടെ പ്രാധാന്യം.
അത്രത്തോളം കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാഗമായി മാറിയ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഞാൻ കർത്താവിന്റെ എരിവോടെ നിങ്ങളെ കുറിച്ച് എറിയുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ, നിങ്ങളെ ചോര കൊണ്ട് വീണ്ടെടുത്ത യേശു കർത്താവ് എന്ന സഭയുടെ തലയായിരിക്കുന്ന ക്രിസ്തുവിന് നിങ്ങളെ കുറിച്ച് എത്ര എരിവുണ്ടോ, നിങ്ങളെ കുറിച്ച് എത്ര തീക്ഷ്ണതയുണ്ടോ, നിങ്ങളെ കുറിച്ച് എത്ര ആഗ്രഹമുണ്ടോ, ആകാംക്ഷയുണ്ടോ, അത് മുഴുവൻ എന്റെ ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തിട്ട് ഞാൻ അതേ എരിവിൽ യേശുവിന് പകരക്കാരനായി നിങ്ങളോട് യേശുവിന് പകരമായി സംസാരിക്കുന്നു. എന്ത്? അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ എരിവോടെ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പുതിയ നിയമസഭയിൽ ആത്മാവിന്റെ വലിയ പരിവർത്തനം നടന്ന സഭ, കൃപാവരങ്ങളിൽ ഒന്നിനും കുറവില്ലാഞ്ഞ സഭ, ആ സഭയുടെ അന്നത്തെ കാലഘട്ടത്തിലെ ആത്മീക എരിവിനകത്ത് നിൽക്കുമ്പോഴും പൗലോസ് പറയുന്നു, എൻ്റെ ഉള്ളം ഭയങ്കരമായി ഭയപ്പെടുകയാണ്. നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ? ക്രിസ്തുവിനപ്പുറമായിട്ട് മറ്റു പലതിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിപ്പോകുമോ എന്ന് എൻ്റെ ഉള്ളം ഭയപ്പെടുന്നുവെന്ന് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞെങ്കിൽ, ഈ 2025 നിൽക്കുന്ന നമ്മുടെ ആത്മീയ നിലവാരത്തെ ഒരു സ്വയപരിശോധന നടത്തി ഇന്ന് പകൽ നമ്മൾ ആ വചനത്തെ ഒന്ന് വിലയിരുത്തി നോക്ക്. എത്ര ഏകാഗ്രതയുണ്ട് കർത്താവിനെ കുറിച്ച്. ദൈവം ഔദാര്യമായി പലതും നമുക്ക് തന്നിട്ടുണ്ട് പ്രിയരെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഇന്നത്തെ നമ്മുടെ ദർശനം എന്തിനെ കുറിച്ചുള്ളതാണ്? സുവിശേഷത്തിന്റെ വലിയ ബാനറുകൾ കെട്ടി അങ്ങോളം ഇങ്ങോളം തകർത്താടപ്പെടുന്ന പല വേദികളിലും നിത്യരക്ഷ എന്ന സുവിശേഷത്തിന്റെ സത്യം പല വേദികളിലും കേൾക്കാറില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയായിരിക്കുന്ന കർത്താവിന്റെ വരവിനെ കുറിച്ച് പലയിടങ്ങളിലും ഒരക്ഷരം പോലും കേൾക്കാറില്ല. യേശുക്രിസ്തുവിനെ മറ്റു പലതുമാക്കി ഇന്ന് മാറി തിമിർത്താടുന്ന ഒരു സുവിശേഷത്തിന്റെ വല്ലാത്ത തിരത്തള്ളൽ അങ്ങോളം ഇങ്ങോളം ആഗോള വ്യാപകമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയും. ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ പ്രിയരെ. നിങ്ങളൊക്കെ ആവേശത്തോടെ നാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ഒരു ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുക, എമിറേറ്റ്സിലോ ഇതിഹാദിലോ കുവൈറ്റ് എയർവേയ്സോ എന്തുമാകട്ടെ നല്ലൊരു ഫ്ലൈറ്റിൽ കയറി നമ്മൾ യാത്ര പുറപ്പെട്ട് ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് സ്റ്റഡി ലെവലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണവും പാനീയവും ഒക്കെ അതിനകത്ത് കിട്ടുമല്ലോ, അല്ലെ? വെള്ളവും ജ്യൂസോ ചെറിയ ലഞ്ചിന് വേണ്ട സമയത്ത് അതിനോ ഓരോ ഫ്ലൈറ്റിന്റെ നിലവാരം അനുസരിച്ച് അത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, അത് കഴിക്കാനോ അതിനകത്ത് കിട്ടുന്ന ജ്യൂസ് കുടിക്കാനോ ആണോ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയേ? ആണോ? അതിനൊന്നും അല്ലല്ലോ. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കണ്ണൂരോ പോയി ഇറങ്ങാനുള്ള വെപ്രാളത്തിലല്ലേ നമ്മളത് കയറിയിരിക്കുന്നത്. പിന്നെന്തിനാ ഇത് കിട്ടുന്നതെന്നറിയാമോ? ഇതിനു വേണ്ടി അല്ല നിന്നെ ഇതിനകത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നത്. നിനക്ക് അവിടെ ചെന്നിറങ്ങാനുള്ള കാര്യത്തിന് വേണ്ടിയാ ഇതിനകത്ത് ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നീ ഇരിക്കുന്ന യാത്രാവേളകൾ അത്രയും നീ ക്ഷീണിച്ചു പോകാതിരിക്കാൻ, നീ വാടിപ്പോകാതിരിക്കാൻ, നീ കുഴഞ്ഞു പോകാതിരിക്കാൻ, നീ തളർന്നു പോകാതിരിക്കാൻ അവര് തരുന്ന ഒരു താൽക്കാലിക പ്രൊവിഷനാണിത്. ഇന്ന് പകൽക്കാലം ഇങ്ങനെയുള്ള താൽക്കാലിക പ്രൊവിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഇന്ന് പലരുടെയും ധാരണ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ്ട, ഇതിങ്ങനെ പറഞ്ഞു നടന്നാൽ മതി, തിന്നാനുള്ളതും കുടിക്കാനുള്ളതും ഒക്കെ അധ്വാനിക്കാതെ കിട്ടുമല്ലോ. 7-8 മണിക്കൂർ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാല് അതിനുള്ള ഡോളർ കിട്ടത്തുള്ളൂ. എന്നാലേ വല്ലതും വാങ്ങിക്കാൻ പറ്റൂ. ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുമ്പോ കഴിക്കാനും കുടിക്കാനും സമയാസമയത്ത് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ലാൻഡ് ചെയ്യണ്ട എന്ന ചിന്താഗതിയിലേക്ക് ഇന്ന് അനേകരുടെ ആത്മീക ദർശനം മാറിയിരിക്കുകയാ. കുഞ്ഞേ, ഇവിടെ വീട് തരാനോ ഇവിടെ നിന്റെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനോ ഇവിടെ നിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ ഇതിനൊന്നുമല്ല. ചങ്കിലെ ചോര കൊടുത്ത് അരിമനാഥൻ നിന്നെ വിലക്ക് വാങ്ങിയത്. പിന്നെ എന്തിനാ അവൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെ കൊണ്ടിരുത്താനാ.
അവിടം വരെയുള്ള യാത്രാവേളയിൽ നീ മടുത്തു പോകാതിരിക്കാൻ, നീ ക്ഷീണിച്ചു പോകാതിരിക്കാൻ, നീ തളർന്നു പോകാതിരിക്കാൻ ദൈവം ഇവിടെ നിനക്ക് തരുന്ന വീടിനകത്തും കാറിനകത്തും ഇതിനകത്ത് കിട്ടുന്ന സൗകര്യങ്ങൾക്കകത്തും ഇന്ന് രാത്രി ഈ പകൽക്കാലം മയങ്ങിപ്പോകരുത്. ഇതിനകത്ത് നിന്റെ ഹൃദയം മരവിച്ചു പോകരുത്. ഇതിനകത്ത് നീ സ്റ്റക്കായി പോകരുത്. ഇതിനപ്പുറം നിന്നെ എന്റെ അപ്പന് കൊണ്ടെത്തിക്കാൻ ഒരിടമുണ്ട്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടോ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രിയരെ, അത് തെറ്റിദ്ധാരണയാണ്. ഇവിടെ വന്നപ്പോ ഭൗതികമായി ഏതാണ്ടൊക്കെ കിട്ടുന്നുണ്ടെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ, കർത്താവ് നിന്റെ പോക്കറ്റിലാണെന്നൊരു വിചാരമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതൊരു മിഥ്യാധാരണയാകട്ടോ. ആമേൻ. കാരണം അവൻ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നവനാ. ആമേൻ. ഇന്ന് പകൽക്കാലം അത് മറന്നു പോകരുത്. അത് ഇവിടെ കിട്ടിയതിന്റെ വെളിച്ചത്തിലൊന്നും അവിടെ അക്കമുണ്ടാകുമെന്ന് വിചാരിക്കരുത് കുഞ്ഞെ. ആമേൻ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോ 40 വർഷങ്ങൾ അവർ മരുഭൂമിയിൽ നടത്തപ്പെട്ടു. 40 വർഷങ്ങൾ അവർ പോയ ഇടത്ത് മേഘസ്തംഭമായി അവരോട് കൂടെ ദൈവമുണ്ടായിരുന്നു. അഗ്നിസ്തംഭമായി ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു. ആമേൻ. ഇറങ്ങി പുറപ്പെട്ടതിൽ ഒരാള് പോലും പട്ടിണി കിടന്ന് ചാകാനിടയാകാതെ ദൈവത്തിന്റെ അഭിഷക്തന്മാരോട് പിറുപിറുക്കാനും മത്സരിക്കാനും ഇറങ്ങിയവനും മന്ന കിട്ടി, വെള്ളം കിട്ടി. പക്ഷേ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് അവൻ പറയുന്ന ഭയാനകമായ ഒരു വാചകമുണ്ട്. എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇറങ്ങി പുറപ്പെട്ട തലമുറയിൽ രണ്ടെണ്ണമാ വാഗ്ദത്ത ദേശം പ്രാപിച്ചതെങ്കിൽ ഇന്ന് പകൽ പ്രിയരെ, ഇവിടെ കിട്ടുന്നതിന്റെ കെയർ ഓഫിൽ സ്വർഗം നിന്റെ കൂടെയാണ് എന്നൊരു മിഥ്യാധാരണയുണ്ടെങ്കിൽ ഇന്ന് പകൽ പൊളിച്ചുകളാ. സ്വർഗം പറയുന്നു അതിന്റെ കെയർ ഓഫിൽ നിനക്ക് അവിടെ ഒന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞു നിർത്താൻ പോവുക. ഈ രാജ്യത്തേക്ക് വന്ന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായപ്പോ ഈ രാജ്യം നിന്നോടൻ തന്നെ രേഖകൾ ആവശ്യപ്പെട്ടു. നീ പറഞ്ഞോ എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളെന്ന്. നീ ഇവിടെ വരണമെങ്കിൽ അവര് പറയുന്നത് മുഴുവൻ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ കൃത്യമായി അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്ത്, ആമേൻ, എങ്ങനെങ്കിലും അടുക്കിയാ പോരാ, അടുക്കിന് പോലും ഒരു ക്രമമില്ലേ, അങ്ങനെ പേജുകൾ കൃത്യമായി അടുക്കി അവര് പറയുന്നത് മുഴുവൻ ചെയ്തു കൊടുത്ത് അവർക്കത് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ ഈ രാജ്യത്തേക്ക് നിന്നെ കൊണ്ടുവന്നിട്ടുള്ളെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ ഈസി വേ സ്വർഗത്തിൽ പോകാമെന്ന ഒരു വിചാരമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പറയുന്നു അത് അബദ്ധമാകുഞ്ഞേ. വേർപെടേണ്ടതിനോട് വേർപെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയുടെ പ്രത്യാശയോടെ ദൈവത്തെ ഭയത്തോടെ സേവിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവെന്ന ദാനം ദൈവം നൽകിയത് എന്തിനാണെന്നറിയാമോ? ആമേ, ചുമ്മാ അന്യാശ പറയാനും കൈയടിക്കാനും മാത്രമല്ല. പരിശുദ്ധാത്മാവിന് പ്രകടമായ മറ്റൊരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയാമോ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിരന്തരമാകതാരിൽ ബോധ്യം വരുത്തി വിശുദ്ധീകരണത്തിലേക്ക് നിന്നെ ഓരോ ദിവസങ്ങളിലും നടത്തി നിത്യോജന ദർശനത്തിലേക്ക് അകതാരിൽ എരിവ് പകർന്ന് നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകാനാ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നീ ദുഃഖിപ്പിക്കരുത്. ചേർത്തൊന്നുകൂടെ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിലേക്ക് നിന്നെ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് മത്സരിക്കരുത് പ്രിയരെ. പാപം ഇന്ന് പകൽക്കാലം ഒത്തിരി കർത്തൃദാസന്മാർ രണ്ടുപേരും പ്രസംഗിച്ച പറഞ്ഞ കാര്യമാണ്. ഞാനൊന്ന് ചേർത്ത് പറയട്ടെ. ആമേൻ. നീ ആമേൻ, പാപത്തിൽ നിന്ന് കൈ കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. കൈ കഴുകിയിട്ട് നാളെ പോയി പിന്നെ അതിനകത്ത് മുക്കാനല്ല എന്ന് ഞാൻ ചേർത്ത് പറഞ്ഞു നിർത്താം. പ്രത്യേകിച്ച് യൗവനക്കാരായി കുറച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിന്റെ യൗവനത്തെ ദൈവവചനപ്രകാരം വിശുദ്ധിയോടെ സൂക്ഷിച്ചോണം. ആരും നോക്കാനില്ലാത്ത രാജ്യത്ത് വരുമ്പോൾ എങ്ങനെയും ജീവിക്കാനല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെയും നിനക്കൊരു പ്രമാണം ദൈവം തന്നിട്ടുണ്ട് കുഞ്ഞെ. നീ പാപമാണെന്നറിഞ്ഞിട്ടും വീണ്ടും ആ പാപത്തിനകത്ത് രസിച്ച് ജീവിച്ചു പോയാൽ ഏറ്റുപറയപ്പെടുന്ന പാപം ക്ഷമിക്കും. പക്ഷേ ആ പാപത്തിൻ്റെ കോൺസിക്വൻസസ് അത് നീയും നിന്റെ തലമുറയും അനുഭവിക്കേണ്ടി വരും. പാപമാണെന്നറിഞ്ഞിട്ടും യുദ്ധക്കളത്തിൽ പോകേണ്ട ദാവീദ്, ആമേൻ, പാപമാണെന്നറിഞ്ഞിട്ടും അരുതാത്തതാണെന്നറിഞ്ഞിട്ടും താൽക്കാലിക മോഹത്തിനകത്ത് ചെയ്തു പോയ പാപം
ആമേൻ നാഥാൻ പ്രവാചകൻ വന്ന് പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് ദൈവത്തിന് മുമ്പാകെ ഏങ്ങി മോങ്ങി കരഞ്ഞു. പക്ഷേ ആ പാപത്തിന്റെ പരിണതഫലമായി ഉണ്ടായതിനെ കണ്ണുകൊണ്ട് കാണാൻ സ്വർഗം അവസരം കൊടുത്തില്ല. ഇന്ന് പകൽക്കാലം ഇതൊരു വലിയ ചൂണ്ടുപലകയാ കേട്ടോ. ഇന്ന് പകൽക്കാലം എങ്ങനെയും ജീവിച്ചിട്ട് ആമേൻ ആമേൻ ഇവിടെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ആമേൻ നടന്നിട്ട് ആമേൻ ആമേൻ മനുഷ്യരുടെ മുമ്പിൽ ഒരു പുകമറയിട്ടിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവം നിനക്ക് തരുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്ന് കുഞ്ഞേ നിനക്കൊരു വിചാരമുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ നേരെ വിരൽ ചൂടി പറയുന്നു. ആമേൻ ഇന്ന് പകൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നിലവാരം വിട്ട് വിശുദ്ധിയുടെ നിലവിട്ട് ആമേൻ നീ ആമേൻ ആകാത്ത വഴി സഞ്ചരിക്കരുത്. ഇന്ന് പകൽക്കാലം പ്രീ മാരിറ്റൽ സെക്സ് പോലും പാപമല്ല എന്ന് പ്രസംഗിക്കപ്പെടുന്ന ആധുനിക സുവിശേഷകന്മാരുള്ള കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, വ്യഭിചാരമെന്ന പച്ചയായ പാപത്തിന് ആമേൻ ലിവിംഗ് ടുഗദർ എന്ന ഓമന പേര് നൽകി അതിനകത്ത് നീ ജീവിച്ചാലും പാപം പാപമാ. അതെവിടാണെങ്കിലും പാപം പാപമാ. ദൈവം നിന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ദൈവത്തിന്റെ പ്രമാണത്തെ ഈ രാജ്യത്ത് ഉയർത്തി ജീവിക്കാനാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ, എനിക്കറിയാം ഈ വചനത്തേക്ക് ഞാൻ ഒന്നും കയറിയില്ല, പക്ഷെ ഇന്ന് പകൽക്കാലം പിശാച് നിന്നെ വഞ്ചിക്കരുത്, പലതും കാണിച്ചതിനെ കബളിപ്പിക്കരുത്, കർത്താവിനുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയരുത്. ആമേൻ ഇന്ന് പകൽ അവന് വേണ്ടി ഒരു മണവാട്ടി പദത്തിന് വേണ്ടി നിന്നെ ഒരുക്കിയിരിക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതിന്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടാതെ വിശുദ്ധിയോടെ ദൈവത്തിന് മുമ്പാകെ ഉള്ള കാലഘട്ടം ഭയത്തോടെ ജീവിച്ച് നിത്യതയുടെ അവകാശം എന്ന പ്രതിഫലത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരിക്കൽ കൂടെ പ്രബോധിപ്പിക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് അതിനു വേണ്ടി നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. എവിടെയെങ്കിലും റൂട്ട് മാറി പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഗതി മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ച് നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ നമ്മളെ തന്നെ ഒരുക്കാം. വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസനോട്, ദൈവസഭയുടെ പ്രിയപ്പെട്ടവരോട് ആമേൻ, പ്രത്യേകിച്ച് ആമേൻ പ്രിയ ആമേൻ ഏലിയാസ് ബ്രദറിനോട് കുടുംബത്തോട് നന്ദിയും ആമേൻ വന്ദനവും അറിയിച്ചുകൊണ്ട് ആമേൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.